വെൽക്കം ബാക്ക് ടു സാലൻ ലേണിംഗ്. അഖില മിസ് ആണ്. സോ യെസ്, നമ്മുടെ മലയാളത്തിൽ ഒരു അടിപൊളി ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമുക്കറിയാം, പരക്കും വീട് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു എൻ്റെ മക്കൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യവും ഉത്തരവും ആയിട്ടാണ് ഇന്ന് മിസ് വന്നത്. സോ മക്കൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ നമുക്കറിയാം അല്ലേ, ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വീടിനെ പറ്റിയൊക്കെ എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കുക. എല്ലാ വീടുകളും ഒരുപോലെയൊന്നും അല്ല കാണാൻ അല്ലേ, പലതരത്തിലുള്ള വീടുകളുണ്ട്. എന്നാൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെയുള്ള വീടുകളൊക്കെ നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താണ് എല്ലാവർക്കും പറയാൻ ഒരേപോലെയുള്ള ഉത്തരങ്ങളൊക്കെ ഉണ്ട് അല്ലെ. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ത് തന്നെയാണ്? നമുക്ക് സുരക്ഷിതമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. വെയിൽ കൊള്ളാതെ മഴ നനയാതെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് എന്ത് ചെയ്യണം? നമുക്ക് ജീവിക്കണം. അതുപോലെ തന്നെ മറ്റെന്താണ്, ഉപദ്രവകാരികളായിട്ടുള്ള ജീവികളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനും. രാത്രി നമ്മൾ ഉറങ്ങുന്നുണ്ട് അല്ലെ, സമാധാനത്തോടു കൂടി നമ്മൾ ഉറങ്ങുന്നത് നമ്മുടെ വീട്ടിലുള്ള ആ ഒരു ഉറപ്പിന്റെ മേലാണ് അല്ലെ. അതുപോലെ തന്നെ ഈ പറയുന്ന എന്താണ്, കള്ളന്മാരുൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നാട്ടിലല്ലേ, അവിടെ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ആ ഒരു എന്താണ്, നമ്മുടെ വീട് എന്ന് പറയുന്ന ചിന്തയിലാണ് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നത്, സുരക്ഷിതമായിട്ട് ജീവിക്കുന്നത്. അതെയല്ലോ. അതിനെ നമ്മൾ സമയത്ത് ഓലമേഞ്ഞ വീടുണ്ട്, ഓടുമേഞ്ഞ വീടുണ്ട്, അതുപോലെ കോൺക്രീറ്റിന്റെ വീടുണ്ട്, പല രീതിയിലുള്ള അല്ലെ ഷീറ്റ് ഇട്ടിട്ടുള്ള വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും എന്താണ്, നമ്മുടെ സ്വന്തം വീട്ടിൽ എത്തുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്ന് പറയുന്നത് മറ്റെവിടെയും നമുക്ക് കിട്ടാറില്ല അല്ലെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ ഏതൊക്കെ? വീടിന്റെ ചിത്രവുമായി വരച്ചു യോജിപ്പിക്കൂ. അപ്പൊ ഇവിടെ കുറേ എന്താണ് തൊഴിലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഇതിൽ ഏതൊക്കെയാണ് ഒരു വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യണം? ഈ സെന്ററിൽ കാണുന്ന വീട്ടിലേക്ക് വരച്ച് യോജിപ്പിക്കണം. അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഓരോന്നുണ്ട്. ആദ്യം തന്നെ തയ്യലുണ്ട്. അപ്പൊ തയ്യലും വീട് നിർമ്മാണവുമായിട്ട് എന്തില്ല, ബന്ധമൊന്നുമില്ല അല്ലെ. നമ്മൾ വീട്ടിൽ വെച്ചിട്ട് തയ്യലൊക്കെ നടത്താറുണ്ടെങ്കിലും ഈ പറയുന്ന തയ്യൽ എന്ന് പറയുന്നത് എന്തല്ല, വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തൊഴിലല്ല. അടുത്തത് പോലീസാണ്. പോലീസും ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ പോലീസ് ആയിരിക്കും, പക്ഷെ അത് വീട് നിർമ്മാണവുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല അല്ലെ. നെക്സ്റ്റ് പെയിന്റിംഗ് ആണ്. സോ പെയിന്റിങ്ങിന് നമുക്ക് എന്ത് ചെയ്യാം, വീട് നിർമ്മിക്കുന്ന സമയത്ത് പെയിന്റ് അടിക്കാറുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്, നമ്മുടെ പെയിന്റിംഗ് എന്ന് പറയുന്നത്. സോ പെയിന്റിങ്ങിന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വരച്ച് ചേർത്ത് കൊടുക്കാം അല്ലെ. അടുത്ത വായിച്ചത് നിങ്ങൾ, അടുത്ത എന്താണ്, എഞ്ചിനീയറിംഗ് ആണ്. യെസ്, എഞ്ചിനീയർ അല്ലെ. നല്ലൊരു എഞ്ചിനീയർ ഒക്കെ വെച്ചുകൊണ്ട് നല്ലൊരു പ്ലാൻ ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വീട് നിർമ്മിക്കാറുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, വീടും കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കാറുണ്ട് അല്ലെ. അപ്പൊ എഞ്ചിനീയറെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഈ പറയുന്ന നമ്മളെ വീട്ടിലേക്ക് നമുക്ക് വരച്ചു കൊടുക്കാം. നെക്സ്റ്റ് ആരാണ്, അധ്യാപനമാണ്. അധ്യാപനം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലൊരു ടീച്ചർ ഉണ്ടായിരിക്കാം, പക്ഷെ വീട് നിർമ്മാണമായിട്ട് അതിന് എന്തില്ല, ബന്ധമില്ല അല്ലെ. മരപ്പണി. യെസ്, നമുക്കറിയാം മരപ്പണി വളരെ പ്രധാനപ്പെട്ടതാണ്. സോ മരപ്പണി എന്താണ്, നമ്മുടെ വീട് നിർമ്മാണമായിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ബന്ധപ്പെട്ട് കിടക്കുവാണ്, നമുക്ക് വരച്ച് ചേർക്കാം അല്ലെ. അടുത്തത് ആരാണ്, വയറിംഗ് ആണ്. യെസ്, വയറിംഗ് വേണം അല്ലേ. നമുക്ക് ഈ പറയുന്ന പോലെ സ്വിച്ച് ഇടുമ്പോഴേക്കും നമുക്ക് ബൾബ് കത്തണം, TV വർക്ക് ചെയ്യണം. അപ്പൊ വയറിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഈ പറഞ്ഞ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആളാണ്, നമുക്ക് വരച്ചു ചേർക്കാം. അടുത്തത് വാർപ്പ് പണിയാണ്. വാർപ്പ് വേണം അല്ലെ, കോൺക്രീറ്റിന്റെ വീടാകുമ്പോൾ നമുക്ക് വാർപ്പ് ഉണ്ടാവാറുണ്ട്. അപ്പൊ വാർപ്പ് പണി എന്താണ്, നമ്മളിത് വീട്ടിലേക്ക് തന്നെ വരച്ചു ചേർക്കുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഒരുപാട് അല്ലെ, ഇതല്ലാതെയും ഒരുപാട് തൊഴിലുകൾ നമ്മുടെ വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് എണ്ണമാണ് നമ്മളിതാ ഇവിടെ പെയിന്റിങ്ങും എഞ്ചിനീയറിംഗും മരപ്പണിയും വയറിങ്ങും വാർപ്പ് പണിയിലും ഒക്കെ കണ്ടിട്ടുള്ളത്. അത് നമ്മൾ വരച്ച് ചേർത്തിട്ടുണ്ട്. ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെയായിട്ട് മിസ് വീണ്ടും വരാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.